ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ലൊരു സമയത്തിനു കൂടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 119 67 വചനത്തിൽ പറയുന്നു, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്കൊരു കഷ്ടത വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. അതായത് ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിൽ എല്ലാ രീതിയിലും സന്തോഷവും സമൃദ്ധിയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു തെറ്റ് പറ്റിപ്പോയി. ഈ തെറ്റ് പറ്റിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലൊരു കഷ്ടത കടന്നു വന്നത്. കഷ്ടത കടന്നു വന്നപ്പോഴാണ് എനിക്കൊരു ബോധ്യം ഉണ്ടായത്, ഞാൻ തെറ്റിലകപ്പെട്ടല്ലോ. അപ്പം ഞാൻ ആ തെറ്റിൽ നിന്ന് തിരികെ കടന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനും ചട്ടങ്ങളെ പ്രമാണിക്കുന്ന ഒരു അനുഭവത്തിലേക്കും കടന്നു വന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ വളരെ സുഖസമൃദ്ധിയിലും എല്ലാ രീതിയിലുള്ള സമൃദ്ധിയിലും സന്തോഷത്തിലും ഒക്കെ ഇരിക്കുമ്പം ചിലപ്പോൾ അറിയാതെ ചില തെറ്റുകളിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത പ്രയാസം കടന്നു വരുമ്പം നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ദൈവമേ, ഇതുപോലെ എൻ്റെ ജീവിതത്തിലെ കുറവുകളാണോ അപ്പ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളാണോ അപ്പ ഈ കഷ്ടതയിലേക്ക് നയിച്ചത്? അങ്ങനെ ആ ഒരു സങ്കീർത്തനക്കാരൻ ഈ കഷ്ടത വന്നു കഴിഞ്ഞപ്പം സങ്കീർത്തനക്കാരൻ തിരിച്ച് ചിന്തിക്കാനും പിന്നെ തെറ്റിനെ പറ്റി അനുതപിക്കാനും ചട്ടങ്ങളെ പ്രമാണിക്കുവാനും ഇടയായി. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ടിട്ട് ആയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, അപ്പോൾ ജീവിതത്തിലൊരു കഷ്ടതയുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം, ദൈവമേ, ഈ തെറ്റിൽ അകപ്പെട്ടത് മൂലം വന്ന കഷ്ടതയാണോ? എല്ലാ കഷ്ടതകളും തെറ്റിൽ അകപ്പെട്ടത് മൂലം വന്നു എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകളെ മായ്ക്കുവാൻ, ചില തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് തെറ്റിപ്പോയ സന്ദർഭങ്ങളിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ നമുക്ക് പ്രമാണിക്കുവാൻ കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കഷ്ടത്തിലായിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ദൈവമേ, ഏതെങ്കിലും തെറ്റുകളിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ എന്നെ തന്നെ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ആ തെറ്റുകളെ ഒഴിവാക്കി, കർത്താവേ, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങയുടെ ചട്ടങ്ങളെ പ്രമാണിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറയാം. അപ്പോൾ ആ കഷ്ടത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുക്കും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.